ഹലോ ഗൈസ്, റെജീസ് വേൾഡിലേക്ക് സ്വാഗതം. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആവാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. ദോശ തക്കാളിക്കറിയാണ്. അപ്പോൾ ഗോതമ്പ് മാവ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ചോറ് അത് ഇട്ട് കൊടുക്കാം. ഇത്ര തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. സോഡാപ്പൊടി ഇട്ട് ഒന്ന് കലക്കി എടുക്കാം. അമ്പലത്തിൽ പാട്ട് കേൾക്കണം, കോപ്പിറൈറ്റ് വരുമോ എന്തോ ഒരു ഡൗട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പ് ചാറ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇച്ചിരി ഒന്ന് വെച്ചിരിക്കാം. ആ നേരത്തിന് നമുക്കിതാ തക്കാളി കറി ഉണ്ടാക്കാം. തക്കാളി കറിക്കാനായിട്ട് ഞാൻ തക്കാളി തൊലിയൊക്കെ കളഞ്ഞ്, ഞാൻ തൊലി കളഞ്ഞാണ് എടുക്കണത്. ഞാൻ 3 തക്കാളി എടുത്തിട്ടുണ്ട്. 3 തക്കാളിയിൽ പകുതി മാറ്റിയത് ഒരുപാടാവും. പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 കഷ്ണം വെളുത്തുള്ളി ചതച്ച് വെച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ചേർക്കാത്തത്. പിന്നെ അതിന് വേണ്ടി തേങ്ങാപ്പാൽ. ഞാൻ തേങ്ങ ഇനി ഇത് പിഴിഞ്ഞെടുക്കണം. അപ്പം ആദ്യം നമുക്ക് സവാള വഴറ്റാം. ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചതും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടാം. എല്ലാം കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഭയങ്കര ഇഷ്ടമാണ് ഈ തക്കാളിക്കറി. ഇത് തൊലി കളഞ്ഞത് കൊണ്ട് നല്ല ഇതാണ്. നമ്മൾ വായിൽ തട്ടേ അതില്ല, തൊലി കളയണ വയറുവേദന ഉണ്ടാവും തക്കാളി. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പെടുക്കട്ടെ. ക്യാമറയും കൊണ്ട് പോയാലേ പറ്റുള്ളൂ. ഞാനാണ് ക്യാമറ പിടിക്കുന്നതൊക്കെ. അപ്പം അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. സവാളയൊക്കെ ഒരു വിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കും. ചെറിയൊരു 4ആയിട്ടൊക്കെ മുറിച്ചങ്ങിടും. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തപ്പോൾ. തക്കാളി വഴണ്ട് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് അരപ്പിൻ്റെ കൂടെ കിടന്നങ്ങ് വഴണ്ട് വരും. അപ്പം ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരുമാതിരിയാണ് പച്ച ചുവയ്ക്കും അരപ്പിൻ്റെ. തക്കാളി എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ എല്ലാം ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മസാല ഇട്ട് കൊടുക്കാം. വേണ്ട മസാല, പെരിഞ്ചീരകവും എല്ലാം കൂടി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി ചോണി മസാല വേണം, എൻ്റെ മണമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചിട്ട് കൊടുത്ത് തിളച്ച് സെറ്റാവുന്നത് വരെ നമുക്ക് ഇട്ടേക്കാം. അതിനുശേഷം നമുക്ക് ഇറക്കി വയ്ക്കാം. ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് മാവ് ഒഴിച്ച് കൊടുക്കാം. ചട്ടി എണ്ണ ഒന്ന് പുരട്ടാം. നല്ലോണം ചൂടായി കിടക്കണം ചട്ടി. നമ്മൾ പണ്ടത്തെ ദോശക്കല്ലാണ്. അപ്പം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം.
ശരിയാവുമായിരിക്കാം. ഇതൊക്കെ പോകണമെന്ന്. രാവിലെ ഈ അലർജിയുടെ പ്രശ്നമുള്ളതുകൊണ്ട് രാവിലെ എഴുതിക്കുമ്പോൾ ഒരു ചുമയും ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങ് മാറും. അപ്പോൾ ഗൈസ്, നമ്മൾ ഒന്നാമത്തെ ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഗോതമ്പ് ദോശ ചുട്ടെടുത്ത് ഇനി അടുത്തത് ഞാൻ രണ്ടാമത്തത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ലതുപോലെ പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഗോതമ്പ് ദോശ, തക്കാളിക്കറി, അടിപൊളി നെയ്യൊക്കെ തെളിഞ്ഞ് നിൽക്കണം, ചായ. ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.